ലോകക്രമത്തിന്റെ നിയന്ത്രണം കൈപ്പിടിയിൽ ഒതുക്കിയെന്ന് അഹങ്കരിച്ച വൻശക്തികളെ നിസ്സഹായരാക്കിക്കൊണ്ട് ആഗോള രാഷ്ട്രീയത്തിന്റെ കളിത്തട്ടിൽ പുതിയൊരു പവർ ഗെയിം ആരംഭിച്ചിരിക്കുകയാണ്. കിഴക്കൻ ഏഷ്യയുടെ ചക്രവാളങ്ങളിൽ ഉത്തര കൊറിയയുടെ മിസൈലുകൾ അഗ്നിഗർജനം നടത്തുമ്പോൾ പശ്ചിമേഷ്യയിലെ ചരക്കുപാതകളിൽ ഇറാൻ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധങ്ങൾ വൻശക്തികളുടെ നട്ടെല്ല് ഒടിക്കുകയാണ്. ലോകത്തിന്റെ രണ്ട് ധ്രുവങ്ങളിൽ നിന്നായി ഉയരുന്ന ഈ പ്രഹരശേഷിക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്ന പാശ്ചാത്യ ശക്തികൾക്ക് ഇത് കേവലം ഒരു പ്രതിസന്ധിയല്ല, മറിച്ച് തങ്ങളുടെ ആധിപത്യം അസ്തമിക്കുന്നതിന്റെ കൃത്യമായ മുന്നറിയിപ്പാണ്. ഭീഷണിപ്പെടുത്താൻ വന്നവർ ഇന്ന് പ്രതിരോധത്തിന്റെ ചങ്ങലക്കെട്ടുകളിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ മനുഷ്യരാശി കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സങ്കീർണമായ ഒരു രാഷ്ട്രീയ വിസ്ഫോടനത്തിനാണ് ഇപ്പോൾ അരങ്ങൊരുങ്ങുന്നത്. ഈ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിന് പിന്നിൽ ശബ്ദമില്ലാതെ എന്നാൽ അതിശക്തമായ കരുനീക്കങ്ങളുമായി ചൈന എന്ന നിഴൽ രൂപം വ്യക്തമായ സ്വാധീനം ഉറപ്പിക്കുന്നുണ്ട്. ഓരോ രാജ്യവും തങ്ങളുടെ സൈനികവും സാമ്പത്തികവുമായ കരുത്ത് തെളിയിക്കാൻ മത്സരിക്കുമ്പോൾ തിരശ്ശീലയ്ക്ക് പിന്നിലിരുന്ന് ആഗോള സമവാക്യങ്ങളെ ചൈന മാറ്റിമറിക്കുന്നത് ലോകം ഭീതിയോടെയാണ് നോക്കി നിൽക്കുന്നത്. പഴയ അധികാര കേന്ദ്രങ്ങൾ തകർന്നടിയുകയും പുതിയ ശക്തികൾ ഉദിച്ചുയരുകയും ചെയ്യുന്ന ഈ ഘട്ടത്തിൽ ലോകത്തിന്റെ ഭാവി ആരുടെ കയ്യിലായിരിക്കുമെന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. തോക്കുകൾക്കും മിസൈലുകൾക്കും അപ്പുറം തന്ത്രങ്ങൾ കൊണ്ടും സാമ്പത്തിക നിയന്ത്രണങ്ങൾ കൊണ്ടും ലോകത്തെ മുട്ടുകുത്തിക്കുന്ന ഈ പുതിയ യുദ്ധതന്ത്രം മനുഷ്യചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ വഴിത്തിരിവായി മാറിക്കഴിഞ്ഞു. ഉത്തര കൊറിയയുടെ തുടർച്ചയായ മിസൈൽ വിക്ഷേപണങ്ങൾ വെറും സൈനിക പരീക്ഷണങ്ങളായി മാത്രം കാണാനാവാത്തവയാണ്. 2 ദിവസത്തിനുള്ളിൽ രണ്ടാമത്തെ വിക്ഷേപണം നടത്തി ദക്ഷിണ കൊറിയയും അമേരിക്കയും ഒരേ സമയം വെല്ലുവിളിച്ച ഉത്തര കൊറിയ തങ്ങളുടെ സൈനിക ശേഷി ഇനി പ്രതിരോധത്തിനുള്ളതല്ല, മറിച്ച് പ്രഹരത്തിനും സജ്ജമാണെന്ന് പ്രഖ്യാപിക്കുന്നു. ഖര ഇന്ധന സാങ്കേതിക വിദ്യയിൽ നേടിയ മുന്നേറ്റം മിസൈലുകൾ എപ്പോൾ വേണമെങ്കിലും എവിടെയും നിന്നുമുള്ള വിക്ഷേപണങ്ങൾക്ക് തയ്യാറാകുന്ന അവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇത് യുദ്ധത്തിന്റെ നിയമങ്ങൾ തന്നെ മാറ്റുന്ന ഘടകമാണ്. മുമ്പ് നീണ്ട തയ്യാറെടുപ്പുകൾ ആവശ്യമായിരുന്ന മിസൈൽ വിക്ഷേപണങ്ങൾ ഇപ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ നടപ്പിലാക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ഇതോടെ ലോകത്തിലെ ഏറ്റവും ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ പോലും വെല്ലുവിളിക്കപ്പെടുന്ന അവസ്ഥയിലാണുള്ളത്. ഇതേസമയം പശ്ചിമേഷ്യയിൽ ഇറാൻ കൈക്കൊണ്ട നീക്കങ്ങൾ സൈനിക ശക്തിയുടെ പരമ്പരാഗത ധാരണകളെ മാറ്റിമറിക്കുന്നവയാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് വൻതുക ഈടാക്കാനുള്ള തീരുമാനം വെറും സാമ്പത്തിക നീക്കമല്ല, ലോകത്തിന്റെ ഊർജ്ജ വിതരണ ശൃംഖലയെ നിയന്ത്രിക്കുന്നതിലൂടെ രാഷ്ട്രീയ ശക്തി പിടിച്ചെടുക്കാനുള്ള തന്ത്രമാണ്. ലോകത്തിലെ എണ്ണ ഗതാഗതത്തിന്റെ വലിയൊരു വിഹിതം ഈ കടലിടുക്കിലൂടെ നടക്കുന്നതിനാൽ ഇവിടെ ഉണ്ടാകുന്ന ഓരോ മാറ്റവും ആഗോള സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇറാൻ സ്വന്തമാക്കിയിരിക്കുന്ന ഈ നിയന്ത്രണം പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക ആധിപത്യത്തിന് നേരെയുള്ള വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. അമേരിക്കയുടെ നിലപാടും ഈ പശ്ചാത്തലത്തിൽ വലിയ ചർച്ചകൾക്ക് ഇടയാക്കുന്നുണ്ട്. സൈനിക നടപടി താൽക്കാലികമായി നിർത്തിവെക്കുകയും ചർച്ചകൾക്ക് അവസരം നൽകുകയും ചെയ്ത ട്രംപിന്റെ തീരുമാനം ശക്തിയുടെ രാഷ്ട്രീയത്തിൽ നിന്ന് നയതന്ത്രത്തിന്റെ വഴിയിലേക്ക് ഒരു നിർബന്ധിത തിരിവാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഒരിക്കൽ പരമാവധി സമ്മർദ്ദം എന്ന നയവുമായി മുന്നേറിയിരുന്ന അമേരിക്ക ഇന്ന് ചർച്ചകളുടെ മേശയിൽ പ്രതിരോധ നിലപാട് സ്വീകരിക്കുന്നെന്ന വിലയിരുത്തലുകൾ ശക്തമാകുന്നു. ഇത് ലോകത്തിന്റെ ഏറ്റവും വലിയ ശക്തിക്കും എല്ലാ സാഹചര്യങ്ങളിലും സൈനിക പരിഹാരങ്ങൾ സാധ്യമല്ലെന്ന തിരിച്ചറിവിന്റെ സൂചനയായി കണക്കാക്കപ്പെടുന്നു. ഈ മുഴുവൻ സാഹചര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഘടകമാണ് ചൈനയുടെ ഉയർച്ച. പരസ്യമായ ഇടപെടലുകൾ ഒഴിവാക്കിയെങ്കിലും ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകളിൽ ചൈന പിന്നാമ്പുറത്തിൽ നിർണായക പങ്ക് വഹിച്ചുവെന്ന റിപ്പോർട്ടുകൾ ചൈനയുടെ നയതന്ത്ര ശക്തിയെ അടിവരയിടുന്നു. പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളെ ഇടനിലക്കാരാക്കി ചൈന നടത്തിയ നീക്കങ്ങൾ ഒരു പുതിയ തരത്തിലുള്ള ആഗോള ഇടപെടലിന്റെ മാതൃകയാണ്. ഇത് പരമ്പരാഗതമായി അമേരിക്ക കൈകാര്യം ചെയ്തിരുന്ന ആഗോള രാഷ്ട്രീയ വേദികളിൽ ചൈന തന്റെ സ്ഥാനം ഉറപ്പിക്കുന്നതിന്റെ തെളിവാണ്. ഐക്യരാഷ്ട്രസഭയിൽ ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പ്രമേയത്തെ ചൈനയും റഷ്യയും ചേർന്ന് വീറ്റോ ചെയ്തത് ഈ മാറ്റത്തിന്റെ മറ്റൊരു പ്രധാന അടയാളമാണ്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര ക്രമത്തിന് എതിരായ ഒരു പ്രതിരോധ ബ്ലോക്ക് രൂപപ്പെടുകയാണോ എന്ന ചോദ്യവും ഇതോടെ ഉയരുന്നു. ചൈനയുടെ ഈ നീക്കങ്ങൾ ഒരു പുതിയ ബഹുസ്വര ലോകക്രമത്തിന്റെ രൂപീകരണത്തിലേക്കുള്ള സൂചനയായി വിലയിരുത്തപ്പെടുകയാണ്. ഇതെല്ലാം ചേർന്നപ്പോൾ ലോകം ഒരു പുതിയ യുഗത്തിന്റെ വക്കിലാണ് നിൽക്കുന്നത്. സൈനിക ശക്തിയും സാമ്പത്തിക നിയന്ത്രണവും നയതന്ത്രതന്ത്രങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സമഗ്രമായ ശക്തി സമവാക്യമാണ് ഇപ്പോൾ രൂപപ്പെടുന്നത്. ഉത്തര കൊറിയയുടെ മിസൈൽ ഗർജനം, ഇറാന്റെ സാമ്പത്തിക നിയന്ത്രണം, ചൈനയുടെ നിശബ്ദ നയതന്ത്രം, ഈ 3 ഘടകങ്ങളും ചേർന്ന് ആഗോള രാഷ്ട്രീയത്തെ പുനരൂപപ്പെടുത്തുകയാണ്. ഇനി യുദ്ധങ്ങൾ വെറും ആയുധങ്ങളാൽ മാത്രം ജയിക്കപ്പെടുന്നില്ല. സമുദ്രപാതകളെ നിയന്ത്രിക്കുന്നവരും സാമ്പത്തിക ശൃംഖലകളെ കൈവശം വെക്കുന്നവരും ചർച്ചകളുടെ ദിശ നിർണ്ണയിക്കുന്നവരുമാണ് ഭാവിയെ ലോകത്തെ നയിക്കുക. ഈ പുതിയ യാഥാർത്ഥ്യത്തിൽ ശക്തി എന്നത് ഒരു രാജ്യത്തിന്റെ സൈനിക ശേഷിയിലല്ല, മറിച്ച് അതിന്റെ തന്ത്രപരമായ ദൂരദർശിതയിലാണെന്ന സത്യമാണ് വീണ്ടും തെളിയിക്കപ്പെടുന്നത്.